പ്രപഞ്ചത്തിലെ ഒരു ദുരന്തം. ദൈവികമായ സ്നേഹം കൊണ്ട് ദിവ്യമായി മാറിയ കഥ. ഇത് ആ ബാലന്റെ കഥയാണ്, ലോകത്തിന്റെ ആദിപൂജിതനായ ഗണപതിയുടെ ജനക. ഒരു ദിവസം പാർവതി സ്നാനത്തിന് പോകാൻ ഒരുക്കം തുടങ്ങി. അവൾക്ക് ആരെങ്കിലും പുറത്ത് കാവൽ നിൽക്കണമെന്ന് തോന്നി. തന്റെ ശരീരത്തിലെ ഉഴുക്കൊണ്ട് ഒരു ബാലനെ സൃഷ്ടിച്ചു. അവളോട് വളരെ സ്നേഹമുള്ള ആ ബാലനോട് ഒരു ദർശനം നൽകിയ അവൾ പറഞ്ഞു, ആരെയും അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത്. ഞാൻ ദൈവമാതാവാണ്. അപ്പോൾ തന്നെ ത്രിമൂർത്തികളിൽ പ്രധാനനായ ശിവൻ അവിടെയെത്തി. ആ ബാലൻ ശിവനെ തടഞ്ഞു. അയാളെ ആരെന്ന് അറിയാതെ ഇവിടെ കടക്കാൻ പാടില്ല. എന്റെ അമ്മ അകത്ത് സ്നാനത്തിലാണ്. ശിവൻ അതിദേഷ്യം വന്നു. തന്റെ ഗണങ്ങളെയും ശക്തികളെയും അയച്ച് ബാലനെ തല്ലാൻ ശ്രമിച്ചു. എന്നാൽ അവൻ പിന്മാറിയില്ല. ഒടുവിൽ ത്രിശൂലം ഉയർത്തി ശിവൻ ആ ബാലന്റെ തലഛേദിച്ചു. അവൻ മരിച്ചു വീണു. ഇത് കണ്ട പാർവതിയമ്മയുടെ ഹൃദയം പൊട്ടി. ഭൂമി കുലുങ്ങി. പ്രകൃതി കോപിച്ചു. ദേവതകളും ലോകവും ഭീതിയിലായി. ശിവൻ മനസ്സിലായി, വലിയൊരു തെറ്റാണ് സംഭവിച്ചത്. പാർവതിയുടെ സൃഷ്ടിയെയും സ്നേഹത്തെയും താൻ വെടിവച്ചിരിക്കുന്നു. പിറവിയിലേക്ക് വീണ്ടും ഒരു വാതായനം നൽകണം, ശിവൻ പറഞ്ഞു. ആദ്യമായി കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരിക. അവർ കാണുന്നത് ഒരു മഹാ ആനയായിരുന്നു. ആ ആനയുടെ ശിര കൊണ്ടുവന്നു. ആ ആനശിര ബാലന്റെ ശരീരത്തിൽ ചേർത്തു. ആ ജീവൻ വീണ്ടും വരവായി. ഇനി മുതൽ നീ ഗണപതി ആയിരിക്കും. ലോകത്തിലെ എല്ലാ ദേവപൂജകളും നീയെന്നുമായി തുടങ്ങണം. നീ വിഘ്നഹർത്താവാണ്. ഇതാണ് ഗണപതിയുടെ ജനക. സ്നേഹവും വിശ്വാസവും ദൈവീകതയും ചേർന്നൊരു ദിവ്യകഥ. ഏത് ആരംഭത്തിനും മുമ്പിൽ നമ്മളൊക്കെയും അനുസ്മരിക്കുന്ന ആദിദേവൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സംപ്രഭ.